ഇതെന്താ സംഭവിച്ചേ? ഇവരിത് എവിടെ പോയി? വീണ്ടും ഓടി ഒളിച്ചോ? എവിടെയോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഭൈരവ് ബാബു പറഞ്ഞ പോലെ അവർ കൂടിച്ചേർന്ന് കഴിഞ്ഞിരിക്കണം. അതുകൊണ്ട് പ്രത്യേക ശക്തി ലഭിച്ച് അവർ രണ്ടുപേരും രക്ഷപ്പെട്ടു പോയിരിക്കുന്നു. മുതലാളി, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ആ ഇച്ഛാധാരി നാഗങ്ങൾ എവിടെ പോയി? രക്ഷപ്പെട്ടിരിക്കുന്നു. എന്നുവെച്ചാ ഇനി നമുക്ക് അവരെ കിട്ടത്തേയില്ലേ? അറിയില്ല. നമുക്ക് കിട്ടിയ അവസരം പാഴായി പോയില്ലേ, അത് മാത്രമാണ് സത്യം. എങ്കിൽ നാഗങ്ങൾ ഒത്തുചേർന്ന് കഴിഞ്ഞു. നമ്മുടെ ആയുസ് എണ്ണപ്പെട്ടിരിക്കുന്നു. എടാ, ഇന്നു മുതൽ നമ്മുടെ അവസാന ദിനങ്ങൾ എണ്ണി തുടങ്ങിയെന്നാണോ? എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. പട്ടായക്ക് പോകാൻ ഫ്ലൈറ്റ് വരെ ബുക്ക് ചെയ്തതാ. എല്ലാം നശിച്ചു. മര്യാദയ്ക്ക് വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചോണ്ടിരുന്ന ഇതിന്റെ ഒന്നും ഒരു കാര്യമില്ലായിരുന്നു. ഞാൻ ഇന്ന് തന്നെ മാംഗ്ലൂർക്ക് പോവാം. പോയി വല്ല കടലിനടിയിലും ഇരിക്കാം. ഉപ്പുവെള്ളത്തിന് പാമ്പൊരിക്കലും വരത്തില്ല. മുതലാളി, എന്തെങ്കിലും മിണ്ടാതിരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറ. പാമ്പ് കൊല്ലുന്നതിന് മുമ്പ് എല്ലാവരും പേടിച്ച് മരിക്കുന്ന തോന്നണേ. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. രക്ഷപ്പെട്ടിരിക്കുന്നു. മരണത്തിൽ നിന്നവർ രക്ഷപ്പെട്ടിരിക്കുന്നു. അതിശേഷം അതിശേഷ, എന്താ ഇങ്ങനെ നോക്കുന്നത്? നിനക്ക് നാഗലോകത്തെ മനസ്സിലാവുന്നതേയില്ലേ? 23 സംവത്സരങ്ങൾക്ക് ശേഷം ഈ പവിത്രമായ ലോകത്ത് ഞാനിങ്ങനെ നിൽക്കുന്നത് തന്നെ എന്റെ പുണ്യമാണ്. നിന്നെ നാഗലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നത് എന്റെ ആഗ്രഹമായിരുന്നു. ആ മഹാദേവനാണ് നമ്മൾ എവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ആ മഹാദേവന്റെ ആശീർവാദമാണ് നമ്മൾ തമ്മിലുള്ള പ്രണയത്തെ ഇപ്പോൾ രക്ഷിച്ചത്. ആ കൈലാസേശ്വരനെ നമ്മൾ എത്ര തന്നെ വണങ്ങിയാലും മതിയാവില്ല. മഹാദേവ, അങ്ങയുടെ അനുഗ്രഹം തേടി അങ്ങയുടെ ഭക്തർ ഇതാ എത്തിയിരിക്കുന്നു. ഞങ്ങളെ ആശീർവദിച്ചാലും. ശിവാനി, നീ നഷ്ടപ്പെടുത്തിയ ശക്തികളെല്ലാം നിന്റെ ആഗ്രഹം പോലെ തന്നെ നിന്റെ ശിവൻ നിനക്ക് തിരികെ നൽകിയിരിക്കുന്നു. ഇന്ന് നിങ്ങളുടെ കൂടിച്ചേരലിന്റെ ദിവസമാണ്. നിങ്ങളുടെ പ്രണയം ഒന്നായി നിങ്ങൾക്ക് ഒരുമിക്കാനുള്ള സമയമായിരിക്കുന്നു. ഇതിനെല്ലാത്തിനും തന്നെ മഹാദേവനാണ് കാരണം. ശിവാനി, നീയും ആദിശേഷനും ഒന്നായിരിക്കണം. എന്നാൽ നിനക്ക് ആദിശേഷന്റെ രൂപം മനസ്സിലായിട്ടില്ല. ഭൂമിയിലേക്ക് തിരിച്ചു പോയതിനു ശേഷം നിനക്ക് ത്രിശൂലാണ് ആദിശേഷൻ എന്നുള്ളത് നിന്റെ ഓർമ്മയിൽ പോലും ഉണ്ടാകില്ല. വിഷമിക്കേണ്ട. ശിവന്റെ ആശീർവാദം മൂലം ലഭിച്ചിരിക്കുന്ന ശക്തി ഉപയോഗിച്ച് നീ ആദിശേഷനെ തിരിച്ചറിയുക തന്നെ വേണം. അതും 10 ദിവസത്തിനുള്ളിൽ. എന്നുവെച്ചാൽ ഈ പഞ്ചമി നാൾ മുതൽ അടുത്ത 10ാം നാൾ വരുന്ന അമാവാസി ദിവസം നിനക്ക് എല്ലാ സത്യവും മനസ്സിലാവും. ത്രിശൂൽ തന്നെയാണ് ആദിശേഷനെന്ന് നീ അറിയും. അതുവരേക്കും നീ കാത്തിരുന്നേ മതിയാവൂ. എന്റെ ദൈവമേ, ഞാനിപ്പോ കിടക്കയിലാണോ കിടക്കുന്നത് അതോ കിടക്ക എന്റെ മേത്താണോ കിടക്കുന്നത്? എന്തോ ഭയങ്കര ഭാരം തോന്നുന്നുണ്ട്. അമ്മേ, എന്തൊക്കെയാ ദൈവമേ ഞാൻ ഈ കാണുന്നേ? ശിവാനി എന്റെ മേലെ കിടക്കുന്നു.
ഇത് സ്വപ്നമാണോ സത്യമാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. രാത്രി മുഴുവൻ ഇങ്ങനെ തന്നെയായിരുന്നോ? എന്റെയും ശിവാനിയുടെയും ഇടയിൽ ഇനി ഞാൻ ഒന്നും തന്നെ ചെയ്തില്ലെങ്കിലും എഴുന്നേറ്റാൽ എന്തെങ്കിലും ചെയ്തു എന്നാ പറയാ. ഇപ്പൊ എന്റെ നെഞ്ചത്തതേ കിടക്കുന്നു. ഇതെങ്ങാൻ ഇവള് കണ്ടാ പിന്നെ എന്റെ കാര്യം പോക്ക. എന്നെ ഇവളെ നിർത്തി ഫ്രൈ ചെയ്ത് കളയും. ഇവള് കണ്ണ് തുറക്കുന്നതിന് മുൻപേ ഞാൻ എസ്കേപ്പ് ആവുന്നതാ നല്ലത്. രക്ഷ അവൾ എഴുന്നേറ്റില്ല. ദൈവമേ, നീ തന്നെ എന്നെ രക്ഷിക്കണേ. ഞാൻ ഇവിടുന്ന് എസ്കേപ്പ് ആവുന്നതിന് മുൻപ് ഇവൾ എഴുന്നേൽക്കാതിരുന്നാ മതിയായിരുന്നു. ദൈവമേ 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 ദൈവമേ. അതിശേഷ, മഹാദേവ, മഹാദേവ, 23 വർഷങ്ങൾക്ക് ശേഷം എന്റെ ആദിശേഷൻ എന്നെ അന്വേഷിച്ചു വന്നിരിക്കുന്നു. മഹാദേവ, അവസാനം എന്റെ ആഗ്രഹം നിറവേറ്റി തന്നു. ആദിശേഷ, തിരികെ പോയോ നീ? എന്തിനാ പോയത്? എനിക്ക് നിന്നെ കാണണമായിരുന്നു. എനിക്ക് നിന്റെ മുഖം പോലെ ഓർമ്മ വരുന്നില്ല. എന്താണ് മഹാദേവ? അതിനുവേണ്ടി ഇനിയും എത്ര നാൾ ഞാൻ കാത്തിരിക്കേണ്ടി വരും? ഇല്ല, ഞാൻ കാത്തിരുന്നോളാം. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ആദിശേഷൻ എന്നെ വിട്ടു പോവാൻ ഒരു സാധ്യതയില്ലെന്ന് എനിക്ക് ഉറപ്പായല്ലോ. ഞാൻ കാത്തിരുന്നോളാം എന്ന് കരുതി ഒരുപാട് ദിവസത്തേക്ക് എന്നെ കാത്തിരിപ്പിക്കരുത്. എത്രയും പെട്ടെന്ന് ആദിശേഷൻ എന്റെ കൺമുന്നിൽ വരാനായി നീ ആശീർവദിക്കണേ. അനുഗ്രഹിച്ചാലും. മഹാദേവ, നിന്റെ ആശീർവാദം എപ്പോഴും ഞങ്ങൾക്കുണ്ടാവണം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ബുദ്ധിമുട്ടും വരാതെ നീ കാത്തോളെ ദൈവമേ. ഞങ്ങൾക്ക് നാഗമാണിക്യം കിട്ടാനുള്ള വഴി ഒരുക്കണേ. ഞാനും ആദിശേഷനും ഒന്നു ചേർന്ന് ആ ദുഷ്ടരായ മനുഷ്യരെ എല്ലാം ഇല്ലാതാക്കി നാഗമാണിക്യം നാഗലോകത്തേക്ക് തിരിച്ചെത്തിക്കാൻ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. എന്റെ ദൈവമേ, എന്തിനാ എനിക്ക് ഇത്രയധികം വിഷമം തരുന്നേ? ഞാൻ എന്ത് ചെയ്തു എന്ന് കരുതി എന്നെ ഇത്രയും കളിപ്പിക്കുന്നേ? ഞാൻ എന്തൊക്കെ കരുതി വന്നതാ? ഇവിടെ നോക്കിക്കഴിഞ്ഞാ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഞാൻ അമ്പലത്തിൽ പോയി കിടക്കുന്നു, എന്റെ മേല് ശിവാനി കിടക്കുന്നു. രാത്രി എന്താ സംഭവിച്ചെന്നേ പിടിയില്ലല്ലോ. ഈ സംഭവം ഞാൻ ശിവാനി അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ അടുത്ത സെക്കൻഡില് ചണ്ഡി, ചാമുണ്ടി, കാളി, മഹാകാളി, ദുർഗ എല്ലാം അവൾ ആവാഹിച്ചെടുക്കും. ശിവാനിക്ക് ചെറിയൊരു ഡൗട്ട് പോലും വരരുത്. ഞാൻ എത്രയും വേഗം വീട്ടിലെത്തുന്നതാ നല്ലത്. തൃശൂൽ, തൃശൂൽ, തൃശൂൽ അവിടെ നിൽക്കേ. അയ്യോ ദൈവമേ, അവസാനം അവളുടെ കയ്യിൽ കുടുങ്ങിപ്പോയല്ലോ ഞാൻ. ഇനി അവളുടെ വായിരിക്കുന്ന മൊത്തം കേൾക്കണ്ടേ? കാളി, മഹാകാളി, ചോറ്റാനിക്കര അമ്മേ, എന്നെ രക്ഷിക്കണേ. എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ. ഇവൾക്കെല്ലാം മനസ്സിലായെന്നാ തോന്നുന്നേ. ഇന്ന് എന്റെ കാര്യം എന്തായാലും തീരുമാനമായി. എന്താ തലകുനിച്ച് നിൽക്കുന്നേ? നേരെ നോക്ക്. എടാ റെഡി ആവടാ നീ. ലെഫ്റ്റ് റൈറ്റ് 2 കവളിനും അടി കിട്ടും. റിസീവ് ചെയ്തുകൊണ്ടേയിരിക്കും. കവളി എന്തിനാ ഇങ്ങനെ പിടിച്ചിരിക്കുന്നേ? അല്ല, അടിച്ചില്ലേ നീ? ഞാൻ എന്തിനാ അടിക്കുന്നേ?
അതൊന്നുമില്ല. നിന്നെ കണ്ടപ്പോ എന്തോ അടി കൊണ്ട പോലെ തോന്നി. നീ ചെയ്ത പണിക്ക് ശരിക്കും നിന്നെ അടിക്കണമെന്നാ തോന്നുന്നത്. പക്ഷെ എനിക്കെന്തോ അതിന് മനസ്സ് വരുന്നില്ല. ഇപ്പൊ എന്റെ മനസ്സില് വേറെ കുറെ കാര്യങ്ങളാ ഉള്ളത്. ഞാനിന്ന് ശരിക്കും സന്തോഷത്തില്ല. തൃശൂൽ, നിനക്ക് എന്താ തലയ്ക്ക് സുഖമില്ലേ തൃശൂൽ? എന്തിനാ ഇങ്ങനെ ചെയ്തത്? എന്തിനാ എന്നെ പിടിച്ചു വലിച്ചേന്ന്? ഇന്ന് ഞാൻ വളരെ സന്തോഷിക്കുന്ന ദിവസം. ആരോട് ദേഷ്യം വരരുതെന്ന് വിചാരിച്ചിരിക്ക. പക്ഷെ നീ എന്നെ ദേഷ്യം പിടിപ്പിച്ചോണ്ടിരിക്കാനല്ലോ. ഇപ്പൊ ശരിക്കും നിനക്ക് രണ്ടെണ്ണം തരാൻ തോന്നുന്നുണ്ട് എനിക്ക്. സോറി ശിവാനി, എന്നെ അടിക്കല്ലേ. ഞാനൊന്നും വേണമെന്ന് വെച്ച് ചെയ്തതല്ല. അങ്ങോട്ട് നോക്കി. നീ വീണ്ടും മുന്നോട്ട് പോയി അതിനെ ചവിട്ടുമായിരുന്നില്ലേ? കുറച്ചുകൂടി മിസ്സായിരുന്നെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കുമായിരുന്നു? ഞാൻ നാഗറാണിയാ. എനിക്ക് പാമ്പിനെ പേടി തോന്നാനോ? അവിടെ പാമ്പ് കിടക്കുന്ന കാണിച്ചിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന നിനക്ക് പേടി തോന്നുന്നില്ലേ? ഇല്ല, തോന്നുന്നില്ല. സന്തോഷം തോന്നുക. സന്തോഷോ? തൃശൂൽ, എന്തോ ഈ തണുത്ത കാറ്റിന് ഇങ്ങനെ മുഖം കൊടുത്ത് നിൽക്കാൻ തോന്നുക. ഇത്രയും വർഷം ഞാൻ തേടിക്കൊണ്ടിരുന്നത് കണ്ടെത്തി. മനസ്സില് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. എനിക്കുണ്ടാവുന്ന ഫീലിംഗ് ഇവൾക്കും ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ഒരേ വിഷയം തന്നെ ആയിരിക്കണം. എന്തായാലും ഞാനും പറഞ്ഞേക്കാം. എനിക്കും ഇപ്പോ എന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ട്. ഇൻസൈഡ് ഫുള്ള് കൊച്ചു കൊച്ചു ഹോത്താഹേ. നെഞ്ചിൽ ഒളിപ്പിച്ച സ്നേഹം ആകാശം മുഴുവൻ പാറിക്കളിക്കുക. ആത്മീയുടെ ജ്വാലയില് ജീവിതം ചുട്ടെടുത്ത പോലെ തോന്നുന്നുണ്ട്. അതിന് മാത്രം എന്താ സംഭവിച്ചേ? എന്തോ എന്തോ അതെന്തോ ആവുന്നുണ്ടെന്നേ. ശിവാനി, നമ്മുടെ ലൈഫിൽ എന്തൊക്കെയോ മാജിക് നടക്കുന്നുണ്ട്. എന്നാ നീ നോക്കിക്കഴിഞ്ഞാ എന്താ തൃശ്ശൂലത്, എന്താ വന്ന് കഷ്ടപ്പെടുത്തുന്നതെന്ന് ചോദിക്കും. ഇന്നലെ എന്ത് ചെയ്തു, എവിടെ ആയിരുന്നു, എന്ത് പറ്റി, ഒന്നിനും ക്ലാരിറ്റി കിട്ടുന്നില്ല. ഇന്നലെ രാത്രിയാണെങ്കിൽ അങ്ങനെയൊക്കെ ആയി പോവുകയും ചെയ്തു. രാത്രി എന്താ സംഭവിച്ചത്? ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? രാത്രി ആയത്ര തന്നെ. ജസ്റ്റ് മിസ്. ഞാൻ തന്നെ പറയുമായിരുന്നു. ഇവിടെ ആ വിഷയം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സകലതും കയ്യിന്ന് പോവും. എന്താ മനസ്സിലെന്തോ സംസാരിച്ചോണ്ടിരിക്കാണല്ലോ? എന്താ കാര്യം? ഒന്നുമില്ല ശിവാനി, എനിക്കൊരു ഡൗട്ടുണ്ട്. ഞാൻ ആദിശേഷനാണോ? എന്താ ചോദിച്ചേ? ഞാനേ ആദിശേഷനാണോന്ന്. ഞാൻ നാഗലോകത്തിലെ യുവരാജാവാണോ? ഞാൻ വാസുകിയാണോ അതോ തക്ഷകനാണോ? എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അല്ല, അവരൊക്കെ ദൈവങ്ങളല്ലേ. അവരുടെ ലൈഫിലും എന്തൊക്കെയോ മാജിക് നടക്കുന്നുണ്ട്. അതുപോലെ എന്റെ ലൈഫിൽ മാജിക് നടക്കുന്നുണ്ട്. അതുകൊണ്ടാ ചോദിച്ചേ. സത്യം പറയ് ശിവാനി, നീ നാഗറാണിയാണോ? നിനക്കും കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? എനിക്കും സെയിം ഫീലിംഗ് ആന്നേ. ആലോചിച്ചു കൂട്ടി എന്റെ തല പൊണ്ണായി പോവാ. തൃശൂൽ, ചുമ്മാ ഓരോന്ന് പറയല്ലേ. ആദ്യം വീട്ടിലേക്കാണ്. ഒരു മിനിറ്റ്, ഉത്തരം കിട്ടിയില്ലല്ലോ. അത് മാത്രമല്ല, നിന്റെ സന്തോഷത്തിന്റെ കാരണം പറഞ്ഞില്ല. എന്തേ? വഴക്ക് കേട്ടേ പറ്റൂന്നാണോ? ദൈവമേ, ശരി വിട്ടേക്ക്. നിന്റെ സന്തോഷത്തിന് കാരണം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. എന്റെ സന്തോഷത്തിന് കാരണം നീയും ചോദിക്കരുത് ശിവാനി. പക്ഷെ ഒന്ന് മാത്രം സത്യ, നീ നിന്റെ തെറ്റിദ്ധാരണകളൊക്കെ ഒന്ന് മാറ്റി ശിവാനി. അത് ഞാനല്ല, എന്റെ രൂപത്തിൽ വേറൊരാള് വന്നതാ. വേറെ ഒരാളോ? അതെ ശിവാനി, നിന്റെ രൂപത്തിൽ വന്ന് എന്നെ എങ്ങനെ കൂട്ടിക്കൊണ്ടു പോയോ അങ്ങനെ എന്റെ രൂപത്തിൽ വന്ന് നിനക്കും ബുദ്ധിമുട്ടുണ്ടാക്കി. ആരായിരിക്കും അത്? ശിവാനി, ഞാൻ പറയുന്നതെല്ലാം സത്യം തന്നെയാ. ഒന്ന് വിശ്വസിക്കും. വിശ്വസിക്കാം. തൃശൂൽ, എന്റെ ഇന്നത്തെ സന്തോഷത്തിന് കാരണം എന്റെ ആദിശേഷനാ. ഇന്നലെ രാത്രി നടന്നതൊന്നും ഇവളോട് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും
എനിക്ക് ഇപ്പൊ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ശിവാനി, എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. ആദിശേഷനെ ഞാൻ നഷ്ടപ്പെടുത്തി. അവൻ എന്നിൽ നിന്നും പൂർണ്ണമായി അകന്നു പോയിരിക്കുന്നു. എന്റെ കൺമുന്നിൽ തന്നെ അവർ രണ്ടുപേരും ഒന്നായിട്ടും എനിക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. ആദിശേഷനും ശിവാനിയും ഒന്നായി കഴിഞ്ഞു. ആദിശേഷ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. നിന്നെ വിവാഹം ചെയ്ത് നാഗലോകത്തെ മഹാറാണിയാകണമെന്ന ആഗ്രഹത്തിൽ ഞാൻ ജീവിക്കുകയായിരുന്നു. എന്നാൽ നീ എന്റെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും എല്ലാം തകർത്ത് കളഞ്ഞല്ലോ. എന്തിനാണ് ആദിശേഷ ഇങ്ങനെ ചെയ്തത്? ആ ശിവാനി നിന്നെ എങ്ങനെയാണ് മയക്കിയെടുത്തത്? അവളുടെ പിറകെ എന്തിനാണ് പോയത്? ഇല്ല, ഞാൻ നിങ്ങൾ രണ്ടുപേരോടുമുള്ള പ്രതികാരം തീർക്കുക തന്നെ ചെയ്യും. എന്ത് ചെയ്യും? ഞാൻ എങ്ങനെ നിങ്ങളെ തടയും? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്ത് നല്ല സാഹചര്യമായിരുന്നു കിട്ടിയത്. കൈവിട്ട് കളഞ്ഞില്ലേ നിങ്ങൾ? അയച്ചാതാരി നാഗങ്ങളെ ഞങ്ങൾ കൺമുമ്പിൽ കണ്ടതാ. പക്ഷേ അവരുടെ മേൽ നമ്മുടെ ഒരു ശക്തിയും പ്രയോഗിക്കാനായില്ല. സൂര്യാസ്തമനത്തിന് മുമ്പേ നിങ്ങൾ അവിടെ പോകണമായിരുന്നു. നിങ്ങൾ വൈകിയാണ് പോയിരിക്കുന്നത്. ബാബ, ആ ഇച്ഛാധാരി നാഗങ്ങൾ അപ്രത്യക്ഷമായി അവിടുന്ന്. അവരെങ്ങോട്ടാ പോയതെന്ന് അറിയൂല. നാഗലോകത്തിലേക്ക് പ്രവേശിച്ചിരിക്കാം. അപ്പോ അവര് തിരിച്ചു വരുമെന്നാണ് പറയുന്നത്? വരിക തന്നെ വേണം. എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്രതികാരം ഭൂമിയിൽ തന്നെയാണല്ലോ ഉള്ളത്. ബാബ, അവർ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും അമ്പലത്തിലേക്ക് പോയിട്ട് അവരെ കൊന്നുകളഞ്ഞ പോരെ? അപ്പോൾ ശ്വാസം നിലയ്ക്കാൻ പോകുന്നത് ഇച്ഛാധാരി നാഗങ്ങളുടേതല്ല, നിങ്ങളുടേതാണ്. ഒന്നിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവരെ തടയാൻ കഴിയാതെ നിങ്ങളുടെ ആപത്തിന് നിങ്ങൾ തന്നെ വഴിയൊരുക്കിയിരിക്കുകയാണ്. ഇപ്പോൾ മരണം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ തന്നെയുണ്ട്. എപ്പോൾ വേണമെങ്കിലും നിങ്ങളെയെല്ലാം അത് ആവാഹിച്ചേക്കാം. അയ്യോ, വേലി കിടന്നതിനടുത്ത് തലയെ വെച്ച പോലെയായി. കുറച്ചെങ്കിലും സമാധാനം ഉണ്ടായിരുന്നു. ആ പാമ്പിനെ കൊല്ലാൻ പോയിട്ട് ഇപ്പൊ നമ്മൾ ചാകുന്നത് പോലെയായി. ബാബാ, ഇനിയിപ്പോ എന്താ ചെയ്യാ?